നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്റർ മെന്റർ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്നെ സക്സസ്ഫുൾ ആക്കിയ 5 ഫിനാൻഷ്യൽ ഹാബിറ്റിനെ കുറിച്ചാണ്. ഞാൻ ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ് തുടർന്നപ്പോഴാണ് എനിക്ക് സക്സസ് ആവാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം പേ മൈസെൽഫ് ഫസ്റ്റ്. അതായത് ആദ്യം ഞാൻ എനിക്ക് വേണ്ടി തന്നെ പേ ചെയ്യുന്നു. അതായത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു എമൗണ്ട്, ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ അത് എത്രയും ആയിക്കോട്ടെ, അതിൽ നിന്നും നിശ്ചിത ശതമാനം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു, സേവ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് മാത്രമാണ് ഞാൻ എക്സ്പെൻസ് ആക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഡെയിലി ലേണിംഗ് ആണ്. ഞാൻ പല രീതിയിലുള്ള ബുക്കുകൾ, ഫിനാൻഷ്യലായിട്ട് സാമ്പത്തിനെ സംബന്ധിച്ചുള്ള ബുക്കുകൾ ഞാൻ ധാരാളമായിട്ട് വായിക്കാറുണ്ട്. പല ഇപ്പൊ റിച്ച് ഡാഡ് പുവർ ഡാഡ് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ബുക്കുകൾ നമ്മൾ വായിക്കുക. ഇക്കിഗായി അതുപോലെയുള്ള ബുക്കുകൾ നമ്മൾ വായിക്കുക. അത് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും മനസ്സിൽ നമുക്ക് പഴയ ചിന്താഗതിയെല്ലാം മാറ്റിയിട്ട് എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതിന് നമുക്ക് മാനസികമായിട്ട് തയ്യാറാക്കാനായിട്ട് സഹായിക്കും. അപ്പം അത്തരം ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിട്ടുള്ള നല്ല ബുക്കുകളെല്ലാം വായിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ ജേണൽ റെഡിയാക്കുക എന്നുള്ളത്. എല്ലാ ദിവസത്തെയും നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക. നാലാമത്തത് അവോയ്ഡ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നമ്മൾ ജീവിതത്തിൽ വെറുതെ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ, ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെ. പക്ഷെ എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എത്ര പണം ഉണ്ടാക്കിയാലും സിമ്പിളായിട്ട് ജീവിക്കുക. നമ്മളുടെ പണം കൊണ്ട് നമ്മൾ മാത്രം ഉപയോഗിച്ച് അത് തീർത്ത് കളയുന്നതിനേക്കാൾ നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുകയും നമ്മൾ സേവ് ചെയ്യുന്നതിലുള്ള ഒരു ഭാഗം മറ്റുള്ളവർക്ക്, അതായത് ആവശ്യമുള്ളവർക്ക്, അതിൻ്റെ ഒരു നീഡി കണ്ടെത്തിക്കൊണ്ട്, ഒട്ടും വേറെ നിവൃത്തിയില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, ഒരു നേരത്തെ ഫുഡിനോ വസ്ത്രത്തിനോ ഒക്കെ. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ ആ പണം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ പുണ്യം കിട്ടുന്ന രീതിയിൽ മാറും. നമ്മളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും. അപ്പം മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഒപ്പം നമ്മൾ ഒരുപാട് ആർഭാടം കാണിക്കാതെ സിമ്പിൾ ലൈഫ് സ്വീകരിക്കുക. അഞ്ചാമത്തെ കാര്യം മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ ഇൻകത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്ന സമയത്തോ, എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ ഇൻകം നിലയ്ക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വല്ലാതെ ഒരു റിസ്ക് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് പോകും. അപ്പം അതിൽ നല്ലത് നമ്മളെപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യുക നമ്മുടെ ഇൻകത്തിന്. നമുക്കൊരു സ്ഥിരം വരുമാനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റൊരു സൈഡ് ഇൻകം കൂടെ ഉണ്ടാക്കി വെക്കുന്നത് അത്തരം സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഹാബിറ്റ്സ് ആർ യുവർ വെൽത്ത് GPS. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു GPS ഇട്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാബിറ്റ് കൊണ്ടാണ്, നല്ല നല്ല സേവിങ്സ് ഹാബിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഹാബിറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള GPS എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.